بسم الله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وبعد فيقول الله تبارك وتعالى قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب. സൂറത്തു സുമറിൽ നിന്നുള്ള 10ാമത്തെ ആയത്താണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. 9ാമത്തെ ആയത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചു. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മുഅ്മിനീങ്ങളായ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. നബിയോട് അല്ലാഹു കൽപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കണം, മുഅ്മിനീങ്ങളെ വിളിക്കണം. അവരെ അഭിസംബോധന ചെയ്യേണ്ടത് ബി ഇസ്മിൽ ഈമാൻ, ഈമാനിന്റെ പേര് പറഞ്ഞ് ഈമാൻ ഉണർത്തിക്കൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് പറയണം. പറയേണ്ട കാര്യം, അവരോട് കൽപ്പിക്കേണ്ട കാര്യം ഏറ്റവും നല്ല കാര്യമാണ്. ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികളോട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൽപ്പന, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഓരോ വാക്കിലും ചില സൂചനകളുണ്ട്, ചില മഅനകളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. അള്ളാഹു അവന്റെ ദീൻ, അവന്റെ സൃഷ്ടികൾക്ക് കൈമാറുന്നത് അമ്പിയാക്കളിലൂടെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കാൻ വേണ്ടി, വിളിച്ചു പറയാൻ വേണ്ടി അള്ളാഹു പറയുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കേണ്ടത് ആരെയാണ്? ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളെ വിളിക്കണം. അവരെ വിളിക്കേണ്ടത്, അവരെ വിളിക്കാനും ഉണർത്താനും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമേതാണോ ഈമാനാണ്. ആ ഈമാനിന്റെ പേര് പറഞ്ഞു വിളിക്കണം. അല്ലദീന ആമനു,
യാ ഇബാദിയല്ലദീന ആമനു ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. അവരോട് കൽപ്പിക്കുന്ന കാര്യം ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. അത് തഖ്വല്ലാഹി അസ്സ വജൽ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വസിയ്യത്താണ്. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉടമ്പടിയാണ്. എപ്പോഴാണ് ഒരു ഉടമ്പടി ചെയ്യുന്നത്? ഒരാൾ മറ്റൊരാളുമായി ഏത് ചെറിയതും വലുതുമായ കാര്യങ്ങളിൽ ഉടമ്പടി പറയാം. പക്ഷെ ആ പറയുന്ന വിഷയം മിനൽ ഖളായ അൽ മസീരിയ്യ, അവരുടെ ഭാഗധേയവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ, വളരെയധികം ഗൗരവമുള്ള ഒരു കാര്യമാണെങ്കിൽ, അപ്പോൾ അത്തരം ഉടമ്പടികൾക്കാണ് വസിയ്യത്ത് എന്ന് പറയാം. ചെറിയ കാര്യങ്ങളിൽ ഒരു ഉടമ്പടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഹ്ദ് മാത്രമാണ്. ആ അഹ്ദ്, ഉടമ്പടി എന്ന് പറയുന്നത് വലിയ ഭാഗധേയവുമായി ബന്ധപ്പെട്ട കാര്യമാകുമ്പോൾ അതിന് നമ്മൾ വസിയ്യത്ത് എന്ന് പറയും. അതുകൊണ്ടാണ് ഒരു വ്യക്തി മരണസമയത്ത് മക്കൾക്ക്, തന്റെ അടുത്ത ബന്ധുക്കൾക്ക് വസിയ്യത്ത് നൽകാറുള്ളത്. ആ വസിയ്യത്ത്, എന്റെ കാലശേഷം നിങ്ങൾ ഇന്ന ഇന്ന രൂപത്തിൽ ജീവിക്കണം, എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, ഐഹികവും പാരത്രികവുമായ ജീവിതം സന്തോഷകരമാക്കി തീർക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യമാണ് പറയേണ്ടത്. അല്ലാതെ സ്വത്തോരിക്കുന്ന ഒരു കാര്യം മാത്രം പറയുന്നത് വസിയ്യത്തല്ല. മഹാന്മാരായിട്ടുള്ള നബിമാര് വസിയ്യത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവരുടെ സീറകളിലുണ്ട്, ഖുർആനിലുണ്ട്. യാക്കൂബ് അലൈഹിസ്സലാം, അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ തന്റെ 12 മക്കളെയും അരികിൽ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹു ഖുർആനിൽ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അം കുന്തും ശുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത്, യാക്കൂബ് അലൈഹിസ്സലാം മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് സാക്ഷികളായിരുന്നോ? അദ്ദേഹം മക്കൾക്ക് വസിയ്യത്ത് കൊടുക്കുന്ന സമയത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി, അദ്ദേഹം തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, അവിടെ വസിയ്യത്ത് കൈമാറുന്നത് മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഖാലു നഅബുദു ഇലാഹക് വ ഇലാഹ ആബായിക് ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദൻ വനഹ്നു ലഹു മുസ്ലിമൂൻ. അവര് ഒന്നടങ്കം 12 മക്കളും ഒരേ സ്വരത്തിൽ വാപ്പാക്ക് നൽകിയിട്ടുള്ള മറുപടി, ഉപ്പ, നിങ്ങളെ കാലശേഷം ഞങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിച്ച അള്ളാനെ തന്നെയാണ്, അവനെ മാത്രമേ ആരാധിക്കുള്ളൂ. വ ഇലാഹ ആബായിക്, നിങ്ങളുടെ പിതാക്കളാര, അഥവാ ഇസ്ഹാഖ്, ഇബ്രാഹിം പോലെയുള്ള നിങ്ങളുടെ പിതാക്കൾ, പൂർവ്വപിതാക്കൾ, അവരാരാധിച്ചിട്ടുള്ള അള്ളാഹുവിനെ മാത്രം. ഇബ്രാഹിം വ ഇസ്മായിൽ, നിങ്ങളുടെ പിതാക്കൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം, ഇസ്ഹാഖ്, ഇസ്മായിൽ പോലെയുള്ള നിങ്ങളുടെ പൂർവികർ ആരാധിച്ചിട്ടുള്ള ഇലാഹിനെ മാത്രം. ഇലാഹൻ വാഹിദൻ വനഹ്നു ലഹു മുസ്ലിമൂൻ, ഏകനായ ഇലാഹ് അള്ളാഹ്, അവനെ മാത്രമേ ആരാധിക്കുള്ളൂ, അവന് ഞങ്ങൾ സർവസ്വവും സമർപ്പിച്ചവരായി ജീവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണമാസന്നമായ സന്ദർഭത്തിൽ ഓരോരുത്തരെയും വിളിച്ചിട്ട് കാര്യങ്ങൾ ഉണർത്തുന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ വെറും 5 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയം റസൂലുള്ള പറഞ്ഞു, ഖാതലല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം വ ഔലിയാഇഹിം മസാജിദ്. അല്ലാഹു നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ, ഗ്രന്ഥം നൽകപ്പെട്ട വിഭാഗങ്ങളെ ശപിക്കണ്ടായിട്ടുണ്ട്.
അവരെ ശപിക്കാനുണ്ടായ കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം വഔലിയാഇഹിം മസാജിദ്, അവരുടെ കൂട്ടത്തിൽ വന്നു പോയിട്ടുള്ള അമ്പിയാക്കൾ, അവരുടെ കൂട്ടത്തിൽ നല്ല നിലയിൽ ജീവിച്ചു പോയിട്ടുള്ള ഔലിയാക്കൾ, അവരുടെ ഖബറുകളെ അവർ പള്ളികളായി സ്വീകരിച്ചു. ആ ദുഷ്ചെയ്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയാണ്. അലാ ഫലാ തത്തഖിദു അൽ ഖുബൂറ മസാജിദ്, നിങ്ങൾ അപ്രകാരം ആരുടെയും ഖബറുകളെ മസ്ജിദായിട്ട് സ്വീകരിക്കരുത്, പള്ളിയാക്കി മാറ്റരുത്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം തന്നെ അവസാന നിമിഷം വരെ അവരുണർത്തിക്കൊണ്ടിരുന്നു. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇത് മിനൽ ഖളായ അൽ മസ്ദരിയ്യ. ഒരു മനുഷ്യന്റെ ഭാഗധേയം തീരുമാനിക്കുന്നത് നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ, സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ തൗഹീദാണ്. ആ തൗഹീദിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള വസീയത്തുകൾ, ഇങ്ങനെയുള്ള ഉടമ്പടികൾ, ആ ഉടമ്പടികൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി അള്ളാഹു മുൻഗാമികൾക്കും പിൻഗാമികൾക്കും നൽകിയിട്ടുള്ള അള്ളാന്റെ വസീയത്ത്, വസീയത്തുല്ലാഹി ലിൽ അവ്വലീന വൽ ആഖിരീൻ. മുൻഗാമികൾക്കാകട്ടെ പിൽക്കാലക്കാർക്കാവട്ടെ അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വസീയത്ത്, അത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അവനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ്. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും അനിത്തഖുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല വസിയ്യത്ത് നൽകി, നാം വസിയ്യത്ത് നൽകി. അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക്, വഇയ്യാക്കും, നിങ്ങൾക്കും, പൂർവികർക്കും നിങ്ങൾക്കും ഒരുപോലെ നാം വസിയ്യത്ത് നൽകിയിട്ടുള്ളത് അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഈ തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് അള്ളാഹുവിന്റെ വസിയ്യത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്താണ്. അത് ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനോട് സദാ ഉണർത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു വസിയ്യത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സ്വഹാബിമാർ അവർ പരസ്പരം കണ്ട് പിരിയാണെങ്കിൽ ഈ വസിയ്യത്ത് ഉണർത്തിയിട്ടേ അവർ പിരിയാറുള്ളൂ. ഇതായിരുന്നു അവരുടെ ചര്യ. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികളെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം കൊണ്ട് ഇവിടെ കൽപ്പിക്കാനാണ് റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടുള്ളത്. അനിത്തഖുല്ലാഹ്, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ തഖ്വ കൊണ്ടുദ്ദേശിക്കുന്നത് ഒന്ന് ഷിർക്കിൽ നിന്ന് തീർത്തും മാറി തൗഹീദ് സ്വീകരിക്കണം. ഷിർക്കിന്റെ ഒരു വകഭേദവും, അത് വലിയ ഷിർക്കാകട്ടെ ചെറിയ ഷിർക്കാകട്ടെ സറായിറിലുള്ള ഷിർക്കാകട്ടെ അതല്ലെങ്കിൽ സുവരിയായിട്ടുള്ള ഷിർക്കാകട്ടെ, യാതൊരു തരത്തിലുള്ള ഷിർക്കും നിങ്ങളിൽ വരാൻ പാടില്ല. അള്ളാഹുവിന്റെ ഏകത്വം അത് സദാ നിങ്ങൾ മുറുകെ പിടിച്ച് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ജീവിക്കണം. അത് തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. രണ്ടാമത്തേത്, അവന്റെ ദീനിനെ നശിപ്പിക്കുന്ന യാതൊരു തരത്തിലുള്ള ബിദ്അത്തുകളും നിങ്ങളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതിൽ നിന്ന് നിങ്ങൾ തീർത്തും രക്ഷപ്പെടണം. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും അധികം വെറുക്കുന്ന വൻ പാപങ്ങൾ, കബായിറുകളിൽ നിന്ന് നിങ്ങൾ തീർത്തും രക്ഷപ്പെടണം. കബായിറിൽ പെട്ടുപോകരുത്. വൻപാപമാണ് എന്ന് അള്ളാഹു വഹയിലൂടെ അറിയിച്ചത്, അള്ളാഹുവിന്റെ ലഅനത്തും അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ശിക്ഷ അതിന്മേൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ,
ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ പ്രത്യേകമായ ഹദ്ദുകളും തഅ്സീറുകളും ശിക്ഷാമുറകൾ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം വൻപാപങ്ങളിൽപ്പെട്ടതാണ്. വൻപാപങ്ങളിൽ 7 വൻപാപങ്ങൾ പ്രത്യേകമായി എണ്ണിയിട്ടുണ്ട്. 10 വൻപാപങ്ങൾ അതെണ്ണിയിട്ടുള്ള ഹദീസുകളുണ്ട്. ആ 7 അത് പ്രത്യേകം സൂക്ഷിക്കണം. അത് 7 ഉള്ളൂ എന്നതിനർത്ഥമല്ല. 10 വൻപാപങ്ങൾ അവയെ നമ്മൾ സൂക്ഷിക്കണം, അത് മാത്രമുള്ളൂ എന്നർത്ഥമുള്ള, മറിച്ച് അവയെ പ്രത്യേകം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള താക്കീതാണ്. അത്തരം വൻപാപങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം. പിന്നെ ചെറിയ പാപങ്ങൾ അത് നിങ്ങൾ പതിവായോ നിത്യമായോ ചെയ്തു പോകരുത്. അതിൽ നിങ്ങൾ മൂടുറച്ചു പോകുന്നതും നിങ്ങൾ സൂക്ഷിക്കണം. ഔ ഇസ്റാരിൻ അലാ സഗീറത്തിൻ, അല്ലെങ്കിൽ ചെറിയ ദോഷങ്ങളാണ്. ആ ചെറിയ ദോഷം അത് അങ്ങനെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പാടില്ല. വല്ലപ്പോഴും മാനുഷികമായി ഒരു തെറ്റ് സംഭവിക്കാതിരിക്കില്ല. അത് മനുഷ്യൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആ തെറ്റ് അവൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിനെ കുറിച്ച് അവൻ ഉടനെ ഓർത്തു പോകും. അങ്ങനെ ഓർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ പിന്നെ അവൻ നിൽക്കൂല. അതിൽ നിന്ന് തൗബയും ഇസ്തിഗ്ഫാറും നടത്തിയിട്ട് അതിൽ നിന്ന് അവൻ പിന്മാങ്ങും. ഇതാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവം. വല്ലദീന ഇദാ ഫഅലു ഫാഹിശത്തൻ ഔ ളലമു അൻഫുസഹും, നീചവൃത്തികൾ അവരിൽ നിന്ന് സംഭവിച്ചു പോയാൽ, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അവർ ളുൽമ് ചെയ്താൽ, ദക്കറുല്ലാഹ് വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, ഉടനെ അവർക്ക് അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരും. ആ ഓർമ്മ വരുന്നതോടുകൂടി അവരിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ആ തെറ്റുകൾക്ക് അവർ ഇസ്തിഗ്ഫാർ നടത്തും. വലം യുസറു അലാ മാ ഫഅലു, അവർ ചെയ്തു പോയ, അവരിൽ നിന്ന് സംഭവിച്ചു പോയ ആ തെറ്റിൽ പിന്നീട് അവർ ഉറച്ചു നിൽക്കില്ല. ഇതാണ് ഒരു മുഅ്മിനും ഇതാണ് മുഅ്മിനല്ലാത്ത മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. തെറ്റുകൾ മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് സംഭവിക്കാം, അല്ലാത്തവരിൽ നിന്ന് സംഭവിക്കാം. മുഅ്മിനായ ഒരു മനുഷ്യൻ ഈമാനിന്റെ ഫള് കൊണ്ട് അയാൾ അള്ളാഹുവിനെ പെട്ടെന്ന് ഓർക്കും. തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹിനെ ഓർമ്മ വരും. അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വന്നാൽ സംഭവിച്ചു പോയല്ലോ റബ്ബേ നീ അത് പൊറുക്കണേ എന്നുള്ള ഇസ്തിഗ്ഫാറിലേക്ക്, തൗബയിലേക്ക് അദ്ദേഹം മടങ്ങും. പിന്നീട് ഒരിക്കലും അവർ ചെയ്തു പോയിട്ടുള്ള തെറ്റിലേക്ക് മടങ്ങാത്ത വിധം വലം യുസറു അലാ മാ ഫഅലു, അവർ ചെയ്ത കാര്യത്തിൽ അവർ ഇസ്റാർ നടത്തില്ല, അതിൽ ഉറച്ചു നിൽക്കില്ല. മറിച്ച് ഖേദത്തോടുകൂടി അതിൽ നിന്ന് അവർ മടങ്ങിപ്പോരുകയാണ് ചെയ്യുക. വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, ആദമിന്റെ മക്കളെല്ലാം തെറ്റ് ചെയ്യും. തെറ്റ് സംഭവിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ അതിൽ മികവുള്ള ആളുകൾ, അതിൽ ഉത്തമരായ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ അത്തവ്വാബൂൻ. ആ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവർക്ക് വരികയും അവനോട് തൗബയും ഇസ്തിഗ്ഫാറും നടത്തുകയും അതിൽ പിന്നീട് മൂടുറച്ചു പോകാതെ, അതിൽ തന്നെ ഉറച്ചു നിൽക്കാതെ ആ തെറ്റിൽ നിന്ന് അവർ തൗബ നടത്തിയിട്ട് തിരിച്ചു പോരുകയും ചെയ്യുന്ന ആളുകളാണ്. തൗബ ചെയ്യുന്നവരാണ് ഉത്തമർ. ഇങ്ങനെ 3 തരത്തിലും ശിർക്കിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരാണ്. പാപങ്ങളിൽ നിന്ന്, വൻ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. എന്നാൽ ചെറിയ പാപങ്ങൾ അത് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ സംഭവിച്ചു പോകും. മുഅ്മിനായ മനുഷ്യനും മുഅ്മിനല്ലാത്ത മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം, മുഅ്മിനായ മനുഷ്യൻ ഈ തെറ്റ് ചെയ്തു പോയാൽ ഉടനെ അള്ളാഹിനെ ഓർക്കും. അള്ളാഹിനെ ഓർക്കുന്നതോടുകൂടി അവർ ചെയ്തു പോയ തെറ്റിൽ നിന്ന് ഇസ്തിഗ്ഫാറും തൗബയും നടത്തിയിട്ട് അവർ തിരിച്ചു പോരും. ഇതാണ് അതിന്റെ പ്രത്യേകത. അത്താഇബു മിനൽ ദംബ് കമൻ ലാ ദംബ ലഹു, തൗബ ചെയ്ത ഒരാൾ പിന്നെ ആ തെറ്റേ ചെയ്തിട്ടില്ലാത്തവനെ പോലെ, തെറ്റില്ലാത്തവനെ പോലെ ആയിത്തീരും. അതാണ് തായിബിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഈ വിധത്തിൽ അവനെ സൂക്ഷിക്കുന്ന, ഷിർക്കിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, അതുപോലെ തന്നെ കബായിറുകളിൽ നിന്ന്, ഇസ്റാറുൻ അലാ സഗീറത്തിൻ, സഗീറത്തായ ചെറിയ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നതിൽ നിന്ന് ഒക്കെ അവര് മാറി സൂക്ഷിച്ച് ജീവിക്കുന്നവരാകുന്നു. ആ തരത്തിൽ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരോട് കൽപ്പിക്കണം. ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയ ഹസന. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം
എന്ന കാര്യം അവർ ഉണർത്തിയേക്കൂ, അത് അവരോട് കൽപ്പിച്ചേക്കൂ. അവരോട് പറയേണ്ടത് അതിനുള്ള ഫലം, അതിന്റെ സൽഫലം എന്താണ്? ലില്ലദീന അഹ്സനു, ഇഹ്സാൻ നടത്തുന്ന ആളുകൾ. ഇസ്ലാമിക ജീവിതത്തിന്റെ ഏറ്റവും നല്ല അവസ്ഥയാണ് ഇഹ്സാൻ. ഏറ്റവും നല്ല അവസ്ഥ, അതിന്റെ പ്രാഥമികമായ തലമാണ് ഇസ്ലാം. അത് ബാഹ്യമായ പ്രവർത്തനങ്ങളാണ്. അതിന്റെ രണ്ടാമത്തെ തലമാണ് ഈമാൻ. അത് ബാഹ്യമായ പ്രവർത്തനങ്ങൾക്ക് പുറമെ ആന്തരികമായിട്ട് കൂടി അവന്റെ വിശ്വാസങ്ങൾ കൂടി ദൃഢീകരിക്കപ്പെടുകയും ആ വിശ്വാസങ്ങൾ കുറ്റമറ്റതാക്കി തീർക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. മൂന്നാമത്തേത് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും തലങ്ങളിൽ നിന്ന് അയാൾ ഉയർന്ന് അള്ളാഹുവിന് ഇഹ്സാനോട് കൂടിയിട്ട് ഇബാദത്ത് ചെയ്യും. ആ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ താൻ അള്ളാഹനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇബാദത്ത് ചെയ്യുമോ ആ പൂർണ്ണതയിൽ, ആ ഏകാഗ്രതയിൽ, ആ ഏകാഗ്രതയിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യും. അള്ളാഹ് എന്നെ കാണുന്നു, അള്ളാഹനെ ഞാൻ കാണുന്നു എന്ന് വരികയാണെങ്കിൽ, അള്ളാഹനെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അള്ളാഹനെ ഞാനിങ്ങനെ മുന്നിൽ കണ്ണുകൊണ്ട് കണ്ടിരിക്കുമ്പോൾ ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെ നിസ്കരിക്കും? കോട്ടുവായ വരുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വേറെ എവിടേക്കെങ്കിലും നമ്മുടെ മനസ്സോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ചലനമോ പോകുമോ? ഇല്ല. അള്ളാഹനെ നമ്മളിങ്ങനെ കാണുന്ന പോലെ. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അത് വലിയൊരു ഷൗഖിന്റെയും തലബിന്റെയും ഇബാദത്താണ്. അള്ളാഹുവിനെ കാണുമ്പോൾ അവനോടുള്ള ഷൗഖ്, അവനോടുള്ള മഹബത്ത്, അവനോടുള്ള നമ്മുടെ പ്രതിപത്തി, അവനോടുള്ള സ്നേഹം, വത്തലബ്, അവനോടുള്ള മഹബത്തും അവനോടുള്ള അടുപ്പവും തേടിക്കൊണ്ടുള്ള ഇബാദത്താണ്. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ആ ദർജയെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അവൻ നിന്നെ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ ഇബാദത്ത് ചെയ്യാണ്. അത് ഖൗഫിന്റെയും ഹറബിന്റെയും ഇബാദത്താണ്. അവൻ എന്നെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത പേടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് ഓടിപ്പോകുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. ഇങ്ങനെ ആ ഒരു ലെവലിലേക്ക് മാനസികമായി ഉയർന്ന് അള്ളാഹനെ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഫി ഹാദിഹി ദുനിയ ഹസന, ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ നൽകിയിട്ടുണ്ട്, നന്മ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞേക്കും. പ്രതിഫലങ്ങൾ അങ്ങനെയാണ്. പ്രതിഫലങ്ങളെ കുറിച്ച് നമ്മൾ രണ്ട് കാര്യം മനസ്സിൽ വച്ചേക്കണം. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ അമലുകൾ ഏത് ഇനത്തിൽപ്പെട്ടതാണോ ആ ഇനത്തിൽപ്പെട്ടിട്ടുള്ള പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ജസാഅൻ വിഫാഖ. സൂറത്തു നബഇൽ അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങുന്ന അധ്യായത്തിൽ അള്ളാഹു പറഞ്ഞു ജസാഅൻ വിഫാഖ. അവര് ചെയ്തു വെച്ച കർമ്മങ്ങളോട് യോജിക്കുന്ന, അതിന് അനുയോജ്യമായ പ്രതിഫലമാണ്, അതിനോട് നിരക്കുന്ന പ്രതിഫലമാണ് കൊടുക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, പ്രതിഫലം എന്ന് പറയുന്നത് അത് പരലോകത്ത് മാത്രം കിട്ടുന്നതാണ് എന്നുള്ള ഒരു മിസ്കൺസെപ്റ്റ് മനസ്സിൽ വേണ്ട. അത് നിങ്ങൾ മാറ്റി വെച്ചേക്കണം. അള്ളാഹു നമുക്ക് നൽകുന്ന ശിക്ഷയാകട്ടെ അല്ലെങ്കിൽ രക്ഷയാകട്ടെ, പ്രതിഫലമാകട്ടെ, പ്രതിഫലം എന്ന് പറയാം, അത് ശിക്ഷയാകാം രക്ഷയാകാം, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്ന് തരും, പരലോകത്ത് നിന്ന് അത് പൂർത്തീകരിച്ച് തരികയും ചെയ്യും. എത്രത്തോളം ഈ കാര്യം വിശദീകരിച്ചു എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അവന്റെ തൗഹീദ് ഉയർത്തിപ്പിടിക്കാത്ത ആളുകൾ പരലോകത്ത് അവർക്ക് പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ലാതെ ഇവിടെ പല നന്മകളും ചെയ്യുന്നുണ്ട്. പാവങ്ങളെ സഹായിക്കുന്നു, അതുപോലെ തന്നെ പൊതുവായ നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു.
അവർ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകുന്നുണ്ട്, ദുനിയാവിൽ നിന്ന് തന്നെ പ്രതിഫലം നൽകുന്നുണ്ട്. അവർ പല കാര്യങ്ങളും ഇവിടെ അള്ളാഹുവിന്റെ വലിയ നിഅമത്തുകൾ, അപാരമായ അനുഗ്രഹങ്ങൾ അവർ ആസ്വദിക്കുന്നത് അവർ ചെയ്തു വെക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ പ്രതിഫലമായിട്ടാണ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അതേ പ്രതിഫലം ദുനിയാവിൽ അല്ലാഹു അതിനേക്കാൾ മെച്ചപ്പെട്ടത് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഇവിടെ അതിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് കിട്ടുന്നത്. അതിന്റെ വലിയ ഭാഗം, അതിന്റെ സിംഹഭാഗവും അതിന്റെ പൂർണ്ണതയും നിങ്ങൾക്ക് കൈവരാനിരിക്കുന്നത്, നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ്, അന്ത്യനാളിലാണ്. അപ്പൊ ഇവിടെയുണ്ട് അവിടെയുണ്ട്. ശിക്ഷയാണെങ്കിലും വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ, ഇവിടുന്ന് തന്നെ നാം ചെറിയ ചെറിയ ശിക്ഷകൾ നൽകും. വലിയ ശിക്ഷ പരലോകത്തുനിന്ന് വരാനുണ്ട്, അതിനു പുറമെ ചെറിയ ശിക്ഷ ഇവിടുന്ന് കൊടുക്കും. ഇവിടുന്ന് ആ ചെറിയ ശിക്ഷ കൊടുക്കുമ്പോൾ ഒരു ലക്ഷ്യം കൂടി അതിനുണ്ട്, ലഅല്ലഹും യർജിഊൻ, അത് തിരിച്ചടി ഉണ്ടാകുമ്പോഴെങ്കിലും മനുഷ്യനൊന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോന്നെങ്കിലോ, തിന്മയിൽ നിന്ന് അവരൊന്ന് തിരിച്ചു പോന്നെങ്കിലോ, നല്ല വഴിയിലേക്ക് അവർ തിരിച്ചെത്തിയെങ്കിലോ, അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അതിനാൽ തന്നെ ദുനിയാവിൽ തന്നെ അള്ളാഹു അവർക്ക് നന്മ നൽകും. പരലോകത്ത് അവരുടെ പ്രതിഫലം പൂർണ്ണ രൂപത്തിൽ അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യും. വഅർളുല്ലാഹി വാസിഅ, അള്ളാഹുവിന് വഴിപ്പെട്ട് അവന്റെ മാത്രം ആരാധ്യത, തൗഹീദ് അത് ഉയർത്തിപ്പിടിച്ച് അവന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ, അതിനാണ് നിങ്ങളെ പഠിച്ചത്. അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള തടസ്സങ്ങൾ ഒരു സ്ഥലം കൊണ്ട് അനുഭവപ്പെടുന്നുവെങ്കിൽ, പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെ നിൽക്കണ്ട. അള്ളാഹിന്റെ ഭൂമി വിശാലാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി നിന്നോ, ഒരു കുഴപ്പവും വരാനില്ല. വഅർളുല്ലാഹി വാസിഅത്തുൻ, അള്ളാഹിന്റെ ഭൂമി വിശാലാണ്. ഏറ്റവും അഹമ്മു ശൈ അൻ തഅ്ബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യവരാണ്. നിങ്ങൾ ഒരു കാരണവശാലും യാതൊന്നിനെയും അവരിൽ പങ്കുചേർക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാനേ പാടില്ല. അതിന് നിങ്ങൾക്കൊരിടം പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥലം വിട്ടേക്കൂ. അർളുല്ലാഹി വാസിഅ, നിങ്ങൾ അവിടെ വിട്ടുപോയിക്കോ, അള്ളാഹിന്റെ ഭൂമി വിശാലമാണ്. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമാശീലരായ ആളുകൾക്ക് മുഅ്മിനായി ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈമാൻ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അതൊരു പരീക്ഷണത്തിന്റെ മാർഗമാണ്. അള്ളാഹ് ഒരു പരീക്ഷണമായിട്ടാ ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതം തന്നെ വെച്ചിട്ടുള്ളത്. അം ഹസിബത്തും അൻ തുത്രക്കൂ, നിങ്ങളെ വെറുതെ വിട്ടേക്കുമെന്നാണോ നിങ്ങൾ കരുതിയത്? പരീക്ഷിക്കാതെ, വലമ്മായ എത്തിക്കും മസലുല്ലദീന ഖലൗ മിൻ ഖബലിക്കും, നിങ്ങളുടെ പൂർവീകരായ ആളുകൾക്ക് വന്നതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് വന്നിട്ടില്ല, നിങ്ങളും അതുപോലെ പരീക്ഷിക്കപ്പെടാതെ. അഹസിബന്നാസു അൻ യുത്രകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാക്കിലങ്ങ് പറഞ്ഞുപോയി. ആ ഒരൊറ്റ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വാക്ക്, അതുകൊണ്ട് തന്നെ അവരെ പിന്നെ അങ്ങ് വിട്ടേക്കും. അവരാ പറഞ്ഞത് എത്രത്തോളം മനസ്സറിഞ്ഞ് പറഞ്ഞതാണ്, അതിൽ എത്രത്തോളം അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്ന കാര്യം പരീക്ഷിക്കപ്പെടില്ല എന്നാണ് അവർ കരുതുന്നത്. വഹും ലാ യുഫ്തനൂൻ, അവർ പറഞ്ഞ വാക്കിന്മേൽ അവരുടെ ഫലം എത്രത്തോളം ഉണ്ട് എന്ന കാര്യം പരീക്ഷിക്കാതെ വിട്ടേക്കുമെന്നാണോ അവർ കരുതുന്നത്? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ പൂർവികന്മാരെയൊക്കെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ആരാണ് സത്യസന്ധമായി ഈ കാര്യം പറഞ്ഞത്, ആരാണ് അല്ലാതെ പറഞ്ഞിട്ടുള്ളത് എന്ന് പരീക്ഷിക്കാതെ ഒരുത്തരും വിട്ടിട്ടില്ല, പരീക്ഷിക്കും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ, അള്ളാഹുവിന്റെ ഏകത്വം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും.
അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയ സുമ്മൽ അംസലു ഫൽ-അംസൽ. അശദ്ദുന്നാസി ബലാഅൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം കഠിനമായി പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ അൽ-അംബിയ, അള്ളാഹ് തെരഞ്ഞെടുത്തയച്ചിട്ടുള്ള അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അവന്റെ അമ്പിയാക്കളാണ്. സുമ്മൽ അംസലു ഫൽ-അംസൽ, പിന്നീട് ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണോ അവർക്കാണ് കൂടുതൽ പരീക്ഷണം ഉണ്ടാകുക. അത് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണോ അവരാണ് പരീക്ഷിക്കുക. ഇങ്ങനെ പരീക്ഷിക്കപ്പെടാതെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ ഒരു സംഗതി ഇല്ല. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ, വിശ്വാസം പരീക്ഷിക്കുമ്പോൾ അവിടെ ക്ഷമിച്ചു നിൽക്കാൻ കഴിയുന്ന ആളുകൾ യുവഫസ്വാബിറൂന അജ്റഹും, ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾ. സബർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അസ്സബറു അലാ ത്വഅത്തില്ല, ഐ ഹബ്സുൻ നഫ്സി അലാ ത്വഅത്തില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ ഹബ്സ് ചെയ്തു വെക്കുന്നു, തടഞ്ഞു വെക്കുന്നു. അലാ ത്വഅത്തില്ല, അള്ളാഹുവിനുള്ള ത്വഅത്തിൽ, അവന് വഴിപ്പെടുന്ന കാര്യത്തിൽ മനസ്സിനെ തടഞ്ഞു വെക്കും. അതിൽ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്തും. അതാണ് വഹുവൽ ഖുനൂത്ത്. തൊട്ട് മുമ്പത്തെ ആയത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഖുനൂത്ത് അതാണ്. ഐ ദവാമു ത്വഅ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സദാസമയങ്ങളിലും അള്ളാഹുവിനുള്ള ത്വഅത്തിൽ ഉറച്ചു നിൽക്കും. അതിനുവേണ്ടി മനസ്സിനെ അവിടെ ത്വഅത്തിന്മേൽ പിടിച്ചു വെക്കുക. ഇതാണ് ഹബ്സുൻ നഫ്സ്. അതാണ് ക്ഷമ എന്ന് പറയുന്നതിന്റെ, സ്വബർ എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ അർത്ഥം. അതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്താണ്? ഹബ്സുൻ നഫ്സി അൻ മഹാരിമില്ല, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിലേക്ക് പോകാൻ വല്ലാത്തൊരു വെമ്പലാണ് മനുഷ്യന്റെ മനസ്സിന്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ വല്ലാതെ തിന്മ ചെയ്യാൻ അവനോട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സാണ്. അങ്ങനെ തിന്മയിലേക്ക് ഉന്മുഖമായി നിൽക്കുന്ന, തിന്മയിനോട് ആഭിമുഖ്യം പുലർത്തുന്ന, അതിനുവേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഈ മനസ്സിനെ ഹബ്സുൻ നഫ്സ്, ബലം പ്രയോഗിച്ച് തടഞ്ഞു വെക്കുകയാണ്. അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ, അൻ മഹാരിമില്ല, അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ നഫ്സിനെ തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാരിമുള്ള, അള്ളാഹ് വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇത് അള്ളാഹ് നമ്മളെ പരീക്ഷിക്കണ ഏറ്റവും വലിയ രംഗം അതാണ്. ഏറ്റവും വലിയ രംഗം അതാണ്, ഹബ്സുൻ നഫ്സ്. ചില ആളുകൾ പരലോകത്ത് വരുന്ന അവസ്ഥ, അവര് തിഹാമ പർവ്വതത്തിന് സമാനമായിട്ടുള്ള നന്മകളുമായിട്ടാണ് അവർ വരിക. പക്ഷെ ഹിസാബ് നേരിടുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അവർ പൊളിഞ്ഞു പോകേണ്ടി വരുന്നു. എന്താണ് അവർ ചെയ്തിട്ടുള്ള കാര്യം? വൈദാ ഖലൗ ഇലാ മഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവരാരും കാണാതെ സ്വകാര്യമായി ലംഘിക്കാവുന്ന ഒരു അവസരം കിട്ടിയാൽ പിന്നെ അതവൻ പാലിക്കുന്ന പ്രശ്നമല്ല, അതിനവൻ ലംഘിച്ചു കളയും. അതിനാൽ സ്വകാര്യതയിൽ അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളത്, മഹാരിമിലേക്ക് പോകാതെ നഫ്സിനെ തടഞ്ഞു വെക്കാൻ കഴിയുക എന്നുള്ളത്, അത് ചെറിയ കാര്യമല്ല. അങ്ങനെ തടഞ്ഞു വെക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾക്ക് കിട്ടുന്ന ഫളീല, അയാൾക്ക് കിട്ടുന്ന ആ ശ്രേഷ്ഠത വളരെ മഹത്തരാണ്. സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി അർശി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു അന്ത്യനാളിൽ തണലൊരുക്കും. അന്ന് അവനൊരുക്കുന്ന തണലല്ലാതെ വേറൊരു തണലുമില്ല. അതിലൊരു വിഭാഗം, ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു അറിയാലോ. വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ആരും അറിയില്ല, നല്ല പദവിയുള്ളൊരു പെണ്ണാ, കാണാൻ അതീവ സുന്ദരിയാണ്. അങ്ങനെയുള്ളൊരു പെണ്ണ് ഒരാളെ വിളിക്കുകയാണ്, വാ എന്ന് പറഞ്ഞു. വലത്തോട്ട് നോക്കി ആരുമില്ല, ഇടത്തോട്ട് നോക്കി ആരുമില്ല, മുന്നിലും പിന്നിലും ആരുമില്ല. ഇവളാണെങ്കിൽ അത്രയും നല്ല പേരും പെരുമയുള്ള പെണ്ണാണ്, നല്ല ചുറുക്കുള്ള പെണ്ണാണ്. മനസ്സ് കൊതിക്കുന്നു. ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ആ സ്വകാര്യതയിൽ അയാൾക്ക് പറയാൻ പറ്റണം, ഇല്ല പെണ്ണെ, ഞാനില്ല, എനിക്ക് നിന്റെ ചൊറുക്കല്ല, നിന്റെ മാദകത്വമല്ല, എനിക്ക് പേടി അള്ളാനെയാണ്. ഇന്നി അഖാഫുല്ലാഹ്. അങ്ങനെ പറയാൻ പറ്റണം.
മൂന്നാൾക്കാര് ഒരു ഗുഹയിൽ കുടുങ്ങിയപ്പോ അതിലൊരാള് അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹു അവർ ചെയ്തിട്ടുള്ള ആ നല്ല കാര്യങ്ങൾ കൊണ്ട് തവസ്സുൽ ചെയ്തപ്പോ അവരകപ്പെട്ട ആ മഹാവിപത്തിൽ നിന്ന് അവർക്ക് രക്ഷ കൊടുത്ത കഥ പറഞ്ഞല്ലോ. അവിടെ ഒരാൾ പറഞ്ഞത്, എനിക്കൊരു ഇബ്നത്തു അമ്മ ഉണ്ടായിരുന്നു. എന്റെ പിതൃവ്യന് വാപ്പാന്റെ സഹോദരന് ഒരു മകളുണ്ടായിരുന്നു. എനിക്ക് അവളോട് കലശലായ അനുരാഗമുണ്ടായിരുന്നു. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോടുണ്ടാകാവുന്ന പ്രേമത്തിൽ, അനുരാഗത്തിൽ ഏറ്റവും കലശലായ പ്രേമം. ഞാൻ എങ്ങനെയൊക്കെ അവളെ വീഴ്ത്താൻ നോക്കിയാലും അവൾ സമ്മതിക്കുമായിരുന്നില്ല. അവസാനം അവർ വല്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിപ്പെട്ടു. എന്നോട് സഹായം അഭ്യർത്ഥിച്ചു വന്നു. ഞാൻ പറഞ്ഞു, എന്ത് വേണോ ചെയ്യാം, പക്ഷെ ഞാൻ പറഞ്ഞതിന് നീ വഴങ്ങണം. ഗത്യന്തരമില്ലാതെ അവൾ വഴങ്ങി. അവസാനത്തിന്റെ അവസാനം എത്തുമ്പോ അവൾ പറയുന്നു, യാ ഫുലാൻ ഇത്തഖില്ലാഹ വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖിഹ. ഇതാ എനിക്ക് എന്നോട് അവസാനം പറയാനുള്ള കാര്യം, നീ അള്ളാഹനെ സൂക്ഷിക്കട്ടോ. നിനക്ക് അള്ളാഹ് തരാത്ത, അനുവദിച്ചു തരാത്ത, നിനക്ക് അവകാശമില്ലാത്ത ഒന്ന് നീ അതിന്റെ സീല് പൊട്ടിക്കാൻ നിൽക്കരുത്. ഇത്തഖില്ല എന്ന് പറഞ്ഞോടുകൂടി അയാൾക്ക് ഈമാനുണ്ട്. അൽ ഈമാൻ യഹ്സുൽ ഈമാനു ഫീ ഖൽബി. ഹൃദയത്തിലുള്ള ആ ഈമാൻ ഒരു കുത്തു കൊടുക്കുന്നു. അയാള് ആ സമയത്ത് എഴുന്നേറ്റ് കൊണ്ട് പോരുകയാണ്. അതിന് വലിയ ഈമാൻ വേണം. റബ്ബെ, ഞാൻ ആ അവസാന നിമിഷം അവളെ വേണ്ടെന്ന് വെച്ചത് വേറെ ആർക്കും വേണ്ടിയല്ല, നിന്നെ ഭയപ്പെട്ടിട്ടാണ്. അന്ന കാര്യം നിന്റെ ഇൽമിലുണ്ടെങ്കിൽ ഞങ്ങൾ അകപ്പെട്ട ഈ ആപത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ തരണം. കല്ല്, പാറ കുറച്ചും കൂടിയാണ് നീങ്ങി. ഇങ്ങനെ സ്വകാര്യതകളിൽ അള്ളാഹനെ സൂക്ഷിക്കാൻ പറ്റണം. ഹബ്സുൻ നഫ്സി അൻ മഹാരിമില്ല, ഹബ്സുൻ നഫ്സി അനി തളജ്ജുരി മിൻ അഖ്ദാരില്ല. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെന്താണോ കണക്കാക്കിയത് അതിൽ തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് വേണം. അതിൽ അതൃപ്തി ഉണ്ടാവാൻ പാടില്ല. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിമ്മിഷ്ടമോ അല്ലെങ്കിൽ അതൃപ്തിയോ അതിലോട് എന്തെങ്കിലും പരാതിയോ മനസ്സിൽ തോന്നാൻ പാടില്ല, നാവുകൊണ്ട് പറയാൻ പാടില്ല. അള്ളാഹ് കണക്കാക്കി അവന്റെ ഖളാഇൽ, അവൻ കണക്കാക്കിയിട്ടുള്ള അവന്റെ ഖളാഇലും ഖദറിലും നമുക്ക് തൃപ്തി വരണം. അത് ഒരു വലിയൊരു അച്ചടക്കമാണ്, ഈമാനികമായ ഒരു വലിയ അച്ചടക്കമാണത്. ചെറിയ കാര്യമല്ല. നമ്മൾ പോകുമ്പോൾ ഇടത്തോട്ട് നോക്കുകയാണ്, വലത്തോട്ട് നോക്കുകയാണ്. അവന് കിട്ടിയത് ഇവന് കിട്ടിയത്, അവന് കിട്ടിയത് ഇവന് കിട്ടിയത്. ആ വീടിന്റെ ഒരു വലിപ്പം, ഈ വീടിന്റെ ഒരു ഭംഗി, ആ കാറിന്റെ ഒരു സൗന്ദര്യം, ഈ കാറിന്റെ ഒരു വില, ഇത് ഓരോന്നും നമ്മളിങ്ങനെ കാണുകയാണ്. അവനെ കുറിച്ച് കേൾക്കുമ്പോൾ അവന് കിട്ടിയിട്ടുള്ള പദവി, അവനുള്ള ഒരു ജോലി, അവന്റെ ഒരു വരുമാനം, ഇങ്ങനെ നിന്റെ കണ്ണ് എന്തിനാ അങ്ങോട്ട് നീ പറഞ്ഞയക്കണത്? നീ അങ്ങോട്ട് നോക്കല്ലേ മനുഷ്യ. നാം മറ്റു ചില ആളുകൾക്ക് ഈ ദുനിയാവിൽ താൽക്കാലികമായി നൽകിയിട്ടുള്ള സുഖസൗകര്യങ്ങളിലേക്ക് നീ നിന്റെ കണ്ണ് പായിക്കല്ലേ. നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ അള്ളാഹു ചിലത് തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് അള്ളാന്റെ ചില കണക്കുണ്ട്. നമ്മൾ പറഞ്ഞ വരേക്കല്ല അള്ള പോണത്. അള്ളാന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ഓരിയേക്കാൻ പറ്റൂല. അള്ളാന്റെ റഹ്മത്ത് അള്ള ഓരിയച്ചോളും. അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് കൂടുതൽ കൊടുക്കും, ചിലർക്ക് പരിമിതപ്പെടുത്തി കൊടുക്കും. ഇന്ന റബ്ബക യബ്സുത്തു റിസ്ഖ ലിമൻ യശാ വയഖ്ദിർ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ സമൃദ്ധമായി കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പരിമിതപ്പെടുത്തി കൊടുക്കും. പക്ഷെ അത് അവർക്ക് കിട്ടിയത് അതെനിക്കും കിട്ടണം എന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ട് കണ്ണ് പായല്ലേ, അങ്ങനെ മനസ്സും പോകല്ലേ, നീ ആഗ്രഹിക്കരുത്. നിനക്ക് എന്താണോ വേണ്ടത് അത് അങ്ങോട്ട് താരതമ്യമില്ലാതെ ഇങ്ങോട്ട് താരതമ്യമില്ലാതെ നിന്റെ ആവശ്യം നീ അള്ളാഹിനോട് ചോദിച്ചോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക വറഹ്മതിക ഫഇന്നഹു ലാ യംലികുഹ ഇല്ലാ അൻത്. എത്ര ന്യൂട്രലായിട്ടുള്ള, എത്ര മാന്യമായിട്ടുള്ള ചോദ്യമാണ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നത്.
ഇന്നി അസ്അലുക മിൻ ഫളലിക വറഹ്മതിക്. അവന് നീ എന്തു കൊടുത്തു, ഇവന് നീ എന്തു കൊടുത്തു, അതുപോലെ എന്നെ ആക്കിയില്ല, ഇതുകൊണ്ട് ഇതുപോലെ എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു വെപ്രാളവും വേണ്ട. അവർക്ക് അള്ള കൊടുക്കണം, അള്ള കൊടുത്തു. നിനക്ക് വേണ്ടത് ഇന്നി അസ്അലുക്, ഞാൻ റബ്ബേ നിന്നോട് ചോദിക്കുന്നു, മിൻ ഫളലിക്, നിന്റെ ഔദാര്യത്തിൽ നിന്ന്, വറഹ്മതിക്, നിന്റെ റഹ്മത്തിൽ നിന്ന്, ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത, എല്ലാവിധ ഫളലും റഹ്മത്തും നിന്റെ കയ്യിലാണ്, വേറെ ആരുടെയും ഉടമസ്ഥതയിലല്ല. നീ എനിക്ക് തരണേ. ചോദിച്ചോ. കുറച്ചും കൂടി അദബുള്ള, കുറച്ചും കൂടി നല്ല വാക്ക്. അഅറാബിക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തില്ലേ? അഅറാബി വന്നു, സ്വർഗത്ത് പോകാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാ. അതാണ് അന്നത്തെ പോലെ ആലോചന. നമ്മളെ ആലോചനയൊന്നും അല്ല. വളരെ സിമ്പിളാണ്, വളരെ ഗഹനമാണ്, വളരെ തന്മയത്വമുള്ളതാണ്. അതിന് മൗലികതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുത്തു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അങ്ങനെ 4 കയ്യിൽ 4 പിടിച്ചിട്ട് മൂപ്പരങ്ങോട്ട് പോയി. അവൻ ചൊല്ലിയിട്ട് പോയി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. റസൂലുള്ളാഹി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയാൾക്ക് എന്തോ വസ്വാസ് കുടുങ്ങിയിട്ടുണ്ട്, ഇതാ വരുന്നു. അയാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ ഇതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹ്ക്ക് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹ്ക്കുള്ളതാണ്. അല്ലാഹു അക്ബർ, അള്ളാഹ്ക്കുള്ളതാണ്. എനിക്കെന്താ നബി ഉള്ളത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ നിന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ അർഹംനി, അല്ലാഹുമ്മ അർസുഖ്നി. എന്റെ അടുത്ത് സംഭവിച്ചു പോയതൊക്കെ പൂർത്തി തരണേ. നീ എനിക്ക് റഹ്മത്ത് തരണേ. എന്റെ നല്ല നല്ല ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരണം. ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് എനിക്ക് കാവല് നൽകണേ. അല്ലാഹുമ്മ അർസുഖ്നി, അല്ലാഹുവേ എനിക്കെന്താണോ വേണ്ടത് അത് നീ എനിക്ക് നൽകണേ. വേറുള്ളവനായിട്ട് താരതമ്യം ചെയ്തിട്ട് അതിർത്തിയിൽ പോകാനില്ല. ഇനി വല്ല ആളുകൾക്കും ചിലരുണ്ട്, വേറുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തേ അടങ്ങും. അങ്ങനെയാണെങ്കിൽ താരതമ്യം മുകളിൽ മാത്രല്ല, ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാളും താഴ്ന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരില്ലേ, അവരെയും കൂടി നിങ്ങൾ കാണണ്ടേ. അങ്ങോട്ടും നോക്കി. വഹുവാജിദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള വലിയ വലിയ അളവറ്റ അനുഗ്രഹങ്ങൾ അത് ചെറുതായി തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങൾ താഴേക്ക് നോക്കണം. എന്താ താഴേക്ക് നോക്കാത്ത? വെറും മേലേക്ക് മേലേക്ക് മേലേക്ക്. അങ്ങനെ അള്ളാഹ് നമുക്ക് നൽകിയതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹ്ക്കുള്ള താഴത്തിൽ മനസ്സിനെ തടഞ്ഞു വെക്കണം. അള്ളാഹ് വിലക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു വെക്കണം. അള്ളാഹ് കണക്കാക്കിയിട്ടുള്ള അവന്റെ ഖളാ ഖദറുകളിൽ തൃപ്തിപ്പെടാതെ അതിൽ വിമിഷ്ടവും അതിൽ പരാതിയും പറയുന്നതിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു വെക്കാൻ പറ്റണം. ഇങ്ങനെ ഹബ്സുൻ നഫ്സ് നടത്തുന്ന ആളുകൾ, സ്വബ്ർ കാണിക്കുന്ന ആളുകൾ, അവരുടെ പ്രതിഫലം വലുതാണ്. യുവഫസ്വാബിറൂന അജ്റഹും, സ്വാബിരീങ്ങൾക്ക് പൂർണ്ണമായിട്ട് പൂർണ്ണവിഹിതം നൽകും. അവർക്കുള്ള പ്രതിഫലം പൂർണ്ണമായിട്ട് അള്ളാഹു കൊടുക്കും. അത് ബിഗൈരി ഹിസാബ്. അള്ളാഹ് കൊടുക്കാൻ വിചാരിച്ചാൽ കൊടുക്കുമ്പോൾ കണക്കുണ്ടാവില്ല, നമുക്ക് എണ്ണി തീർക്കാൻ പറ്റൂല, കണക്കില്ലാതെ കൊടുക്കും. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഖുൽ, നബിയെ പറയുക. എങ്ങനെയാണ് പറയേണ്ടത്? യാ ഇബാദി, എന്റെ അടിയാറുകളെ. ആരാണ് അള്ളാന്റെ അടിയാറുകൾ? അള്ളാന്റെ ഉബൂദിയ്യത്ത് അംഗീകരിച്ചിട്ടുള്ള അവന്റെ ഇഷ്ടദാസന്മാരാണ്. അല്ലദീന ആമനു, അവനിൽ ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള എന്റെ അടിയാറുകളെ. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ശിർക്ക് വരുന്നതിൽ നിന്ന്, ബിദ്അത്ത് വരുന്നതിൽ നിന്ന്, കബീറത്തുകളിൽ നിന്ന്, സഗായിറുകളിൽ ഉറച്ചു നിൽക്കുന്നതിൽ നിന്ന് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. നിങ്ങൾ സൂക്ഷിക്കണം. ആരെ? റബ്ബക്കും, നിങ്ങളുടെ റബ്ബാണ്. റബ്ബിനെ സൂക്ഷിക്കണം. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഉടമപ്പെടുത്തിയത്, നിയന്ത്രിക്കുന്നത്, പരിപാലിക്കുന്നത്. റുബൂബിയ്യത്തിന്റെ മുഴുവൻ കാര്യങ്ങളും, സുരക്ഷാകർതൃത്വത്തിന്റെ മുഴുവൻ മആനികളും അതിന് അവകാശപ്പെട്ടവൻ അവൻ മാത്രമാണ്. അതിനാൽ അവനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന, അവനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്നു. ആ ജീവിതം, നിങ്ങളുടെ ഇസ്ലാമികമായ ജീവിതം, അതിന്റെ പൂർണ്ണതയിലേക്കെത്തി എന്ന് നിങ്ങൾ ആലോചിക്കൂ. അതിന്റെ പ്രാഥമികമായ തലം ബാഹ്യമായ തലത്തിൽ നിന്ന് അതിന്റെ ആന്തരികമായ തലത്തിലേക്കും അതിന്റെ പൂർണ്ണതയുടെ തലത്തിലേക്കും നിങ്ങളെത്തി ഇഹ്സാനിലെത്തുകയാണെങ്കിൽ ഈ ഭൂലോകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ഹസന, ഉദാത്തമായ പ്രതിഫലം ഇവിടുന്ന് തന്നെ കിട്ടും. വഅർളുല്ലാഹി വാസിഅ,
എന്നാൽ അതിന് എനിക്ക് സൗകര്യമില്ലായിരുന്നു എന്നുള്ള ന്യായമൊന്നും ആരും പറയണ്ട. കാരണം അർളുല്ലാഹി വാസിഅത്തുൻ, അള്ളാന്റെ ഭൂമി വിശാലാണ്. ഒരിടത്തുനിന്ന് പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നിടത്തേക്ക് മാറി നിന്നോ. കള്ളി മാറുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ജനിച്ചോടെ തന്നെ കൂടണമെന്ന് വലിയൊരു നിർബന്ധമൊന്നുമില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം. ഒക്കെ അള്ളാന്റെ ഭൂമിയാണ്. നമുക്ക് അഹമ്മുഷൈ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യവും സൗകര്യവും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അങ്ങനെ മനസ്സിനെ നിങ്ങൾക്ക് തടഞ്ഞു വെക്കാൻ പറ്റിയാൽ, അലാ തഅത്തില്ല, അൻ മഹാരിമില്ല, അനിത്തളജ്ജുരി ഫി അഖ്ദാരില്ല, അള്ളാഹിന്റെ താഴത്തിൽ തന്നെ മനസ്സിനെ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞാൽ, അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞാൽ, അള്ളാഹു കണക്കാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ തൃപ്തി വരാതെ അതൃപ്തി പ്രകടിപ്പിക്കുന്ന വിമ്മിഷ്ടം കാണിക്കുന്നതിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം പൂർണ്ണ തോതിലാണ്, പൂർണ്ണ വിഹിതമാണ്. അത് ബിഗൈരി ഹിസാബ്, കയ്യും കണക്കില്ലാതെയാണ് കൊടുക്കുക. ഇനി അതിന്റെ സഅദി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ള തഫ്സീർ, ഐ അഥവാ ഖുൽ പറയൂ, അൽ ഖിതാബു മുവജ്ജഹുൻ ലിമൻ ലിനബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിടെ അഭിസംബോധന ചെയ്യുന്നത് തന്റെ നബിയായ മുഹമ്മദ് നബിയെയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോടാണ് പറയുന്നത്. ഖുൽ പറയണം. നബി പറയേണ്ടത് ഏത് രൂപത്തിൽ പറയണം? മുനാദിയൻ, വിളിച്ചു പറയണം. വിളിച്ചു പറയണം. ഇത് നുബുവത്തിന്റെ മഖാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കൽപ്പനയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി എന്നൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റിയിലുള്ള കൽപ്പന, നബിയെ താങ്കൾ വിളിച്ചേക്കണം, വിളിച്ചു പറയണം. ആരെയാണ് വിളിക്കേണ്ടത്? ലി അഷ്റഫിൽ ഖൽഖ്, അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഷരീഫായിട്ടുള്ള, ഏറ്റവും മാന്യന്മാരായിട്ടുള്ള സൃഷ്ടികളെ വിളിച്ചിട്ട് പറയണം. സൃഷ്ടികളിൽ ഏറ്റവും മാന്യരാണ് ആരാണ്? വഹുമുൽ മുഅ്മിനൂൻ, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അള്ളാഹുവിൽ ഈമാനുള്ളവരാണ് അഷ്റഫുൽ ഖൽഖ്. ആ അഷ്റഫായ ഖൽഖിനെ വിളിച്ചിട്ട് പറയണം, അവരെ വിളിച്ചിട്ട് പറയണം. അതുകൊണ്ട് തന്നെ അവരുടെ ഈമാനിൽ തൊട്ട് വിളിക്കണം. അതുകൊണ്ടാണ് അല്ലദീന ആമനു, ഇബാദില്ലദീന ആമനു, ഈമാനിനെ തൊട്ട് വിളിക്കണം, അത് ഉണർത്തിക്കൊണ്ട് പറയണം എന്ന് സാരം. ആമിറൻ ലഹും, അവരോട് കൽപ്പിച്ചുകൊണ്ട്. കാരണം അതിനുശേഷം പറയാൻ പറയുന്നത് ഇത്തഖു വഹുവ മിൻ സിയഗിൽ അംർ, കൽപ്പനാരൂപമാണ്. ഇത്തഖാ ഫിഅലുൻ മാദി, അതിന്റെ അമ്ര ഇത്തഖി ഏകവചനം, അതിന്റെ തസ്നിയ ഇത്തഖിയ, അതിന്റെ ജംഉ ഇത്തഖു ബഹുവചനം. ഇത്തഖു, നിങ്ങൾ തഖ്വ പുലർത്തണം. നിങ്ങൾ തഖ്വ പുലർത്തുക എന്നുള്ളത് കൽപ്പനാരൂപമാണ്. അതുകൊണ്ടാണ് കൽപ്പനാരൂപത്തിൽ അവരോട് പറയണം. അതുകൊണ്ടാണ് ആമിറൻ ലഹും, അവരോട് കൽപ്പിച്ചുകൊണ്ടാണ് പറയേണ്ടത്. എന്താണ് കൽപ്പിക്കേണ്ടത്? ബി അഫ്ളലിൽ അവാമിർ, അള്ളാഹു കൊടുക്കുന്ന കൽപ്പനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കൽപ്പന അവരോട് കൽപ്പിക്കണം. അഫ്ളലുൽ അവാമിർ, അവാമിർ കൽപ്പനകൾ, നവാഹി വിലക്കുകൾ, അൽ അവാമിർ വൻ നവാഹി, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്നുകിൽ അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ, അല്ലെങ്കിൽ അവൻ അരുതെന്ന് പറഞ്ഞ അവൻ വിലക്കിയ വിലക്കുകൾ. കൽപ്പന, അവൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ പലതാണ്. ആ കൽപ്പനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കൽപ്പന അവരോട് പറയണം. അതേതാണ്? അള്ളാഹു അവന്റെ അടിയാറുകൾക്ക് നൽകിയ കൽപ്പനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കൽപ്പന അത് വഹിയ തഖ്വ, അതവനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. തഖ്വയുടെ തഅരീഫുകൾ പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ താരീഫുകൾ എല്ലാം കൂടെ നമ്മൾ സംയോജിപ്പിച്ചാൽ കിട്ടുന്ന കാര്യമാണ് ശിർക്കിൽ നിന്ന് പൂർണ്ണമായും മാറി തൗഹീദ് അനുസരിച്ച് ജീവിക്കുക, ബിദ്അത്തുകളിൽ നിന്ന് പൂർണ്ണമായും മാറി സുന്നത്ത് പരിപാലിച്ചുകൊണ്ട് ജീവിക്കുക. പിന്നെ തെറ്റുകുറ്റങ്ങൾ നടന്നാൽ വൻപാപങ്ങളിൽ നിന്ന് തീർത്തും ഒഴിവാകുക,
ചെറിയ പാപങ്ങൾ സംഭവിച്ചാൽ തന്നെ ഉടനെ അതിൽ നിന്ന് അനുതപിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് തിരിച്ചു പോരുക. ഇതാണ് തഖ്വയുടെ ആധാരങ്ങൾ. വേറെ പല നിർവചനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഈ കാര്യങ്ങളെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നതും കുറച്ചുകൂടി അതിന്റെ വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നതുമാണ്. ദാക്കിറൻ ലഹും, അവരോട് ഉണർത്തിക്കൊണ്ട്, ദക്കറ പറഞ്ഞു, ദാക്കിറുൻ പറഞ്ഞു, അപ്പൊ ദാക്കിറൻ പറഞ്ഞുകൊണ്ട്, പറഞ്ഞവനായ നിലയിൽ, ലഹും അവരോട് പറയണം. അസ്സബബ് എന്താണ് പറയേണ്ടത്? കാരണം കൂടി പറയണം. അൽ മൂജിബ ലിത്തഖ്വ, തഖ്വ പുലർത്തൽ അവരുടെ മേൽ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ ഉണർത്തണം. മൂജിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമാക്കുന്ന, വുജൂബാക്കുന്ന കാര്യം. എന്തിനെ വുജൂബാക്കുന്ന? ലിത്തഖ്വ, തഖ്വയെ വുജൂബാക്കുന്ന കാര്യം അവരോട് പറയണം. എന്തുകൊണ്ട് നിങ്ങൾ തഖ്വ ചെയ്ത് ജീവിക്കണം? അതിനുള്ള സബബ് എന്താ? കാരണം എന്താണ്? വഹുവ റുബൂബിയ്യത്തുല്ലാഹി ലഹും, അള്ളാഹ്നൊക്കെ തഖ്വ വേണം എന്ന് പറയാൻ കാരണം അതിനുള്ള സബബ് റുബൂബിയ്യത്തുല്ലാ, അള്ളയാണ് അവരുടെ റബ്ബ്. റുബൂബിയ്യത്തിന് അവകാശം അവന് മാത്രമേ ഉള്ളൂ. ആരാണ് ഖൽഖ്? ആരാണ് സൃഷ്ടിപ്പ് നടത്തിയത്? അള്ളയാണ്. ആരുടെ ഉടമസ്ഥതയിലാണ് നാം ഉള്ളത്? അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പരിപാലിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, പരിപാലിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. നമുക്ക് റിസ്ക് നൽകുന്നത് ആരാണ്? അള്ളാഹുവാണ്. നമുക്ക് ഹിദായത്ത് നൽകുന്നത് ആരാണ്? അള്ളാഹുവാണ്. രാപ്പകൽ ഭേദമന്യേ സദാസമയവും നമ്മുടെ എല്ലാ വിഷയവും നോക്കി അതെല്ലാം വേണ്ടതെല്ലാം ചെയ്തു തരുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഇങ്ങനെ റുബൂബിയ്യത്തിന്റെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതവൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിലക്ക് അവന് നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. ഇതാണ് അൽ മൂജിബു ലിത്തഖ്വ, അസ്സബബ് അൽ മൂജിബു ലിത്തഖ്വ. സൂക്ഷിക്കാൻ, അള്ളാഹനെ സൂക്ഷിക്കൽ നമുക്ക് നിർബന്ധമാക്കി തീർക്കാനുള്ള കാരണം അതിതാണ്. വഹുവ റുബൂബിയ്യത്തുല്ലാഹി ലഹും, അള്ളാഹുവാണ് അവരുടെ റബ്ബ്. അവരുടെ റുബൂബിയത്ത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. വഇൻആമുഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ ചെയ്തിട്ടുള്ള നിഅമത്തുകളാണ്. അൻഅമ യുൻഇമു, അസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന. സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പ്രത്യേകം ഉണർത്തി, അവൻ അവന്റെ നിഅമത്തുകൾ നിങ്ങളുടെ മേൽ മൂടിയിരിക്കുന്നു. അത് പ്രത്യക്ഷമായ നിലയിലും പരോക്ഷമായ നിലയിലും. പ്രത്യക്ഷമായ നിഅമത്തുണ്ട്, പരോക്ഷമായ നിഅമത്തുണ്ട്. ലാഹിറത്തായ നിഅമത്തുണ്ട്, ബാത്തിനത്തായ നിഅമത്തുണ്ട്. ആ നിഅമത്തുകൾ നമുക്ക് ചെയ്തു തന്നു എന്നതിനാലും റുബൂബിയ്യത്ത് അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അവൻ മാത്രമാണ് സൃഷ്ടിച്ചത്, അവൻ മാത്രമാണ് ഉടമപ്പെടുത്തുന്നത്, അവൻ മാത്രമാണ് പരിപാലിക്കുന്നത് എന്നതിനാലും അവനെ നിങ്ങൾ സൂക്ഷിക്കണം. അൽ മുഖ്തലി ദാലിക മിൻഹും, അത് അൽ മുഖ്തലി അനിവാര്യമാക്കി തീർക്കുന്നു, തേടുന്നു, മിൻഹും അവരിൽ നിന്ന് അത് അനിവാര്യമാക്കി തീർക്കുന്നുണ്ട്. അയ്യത്തഖൂഹു, അങ്ങനെയുള്ള റുബൂബിയ്യത്തിന്റെ ഉടമയായ അള്ളാഹുവിനെ അവർ സൂക്ഷിക്കണം. അവൻ ആവശ്യപ്പെട്ട ഏകമായ കാര്യം അവനു മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ആ കാര്യം നിങ്ങൾ പാലിക്കണം. അവൻ വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. വിദ്യാർത്ഥികളിൽ നിന്ന്, ഷിർക്കിൽ നിന്ന്, വിദ്യാർത്ഥിൽ നിന്ന് മാറി നിൽക്കണം. പാപങ്ങളിൽ നിന്ന്, വൻപാപങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ചെറിയ പാപങ്ങളിൽ മൂടുറച്ചു പോകുന്ന കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങനെ വമിൻ ദാലിക മാ മന്നല്ലാഹു അലൈഹിം ബിഹി മിനൽ ഈമാൻ ഫഇന്നഹു മൂജിബുൽ ലിത്തഖ്വ. വമിൻ ദാലിക്, അതിൽപ്പെട്ടതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൻ റുബൂബിയ്യത്തില്ലാഹി വ ഇൻആമിഹി, അള്ളാഹിന്റെ റുബൂബിയ്യത്തിലും ഇൻആമിലും പെട്ടതാണ്. പ്രത്യേകിച്ച് അള്ളാഹ് ചെയ്തിട്ടുള്ള ഇൻആമിൽ, അവൻ ചെയ്ത അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. മാ മന്നല്ലാഹു അലൈഹിം ബിഹി, അള്ളാഹു അവരുടെ മേൽ ചെയ്തു കൊടുത്തിട്ടുള്ളതായ അനുഗ്രഹം. മന്ന യമുന്നു, മിന്നത്ത് ചെയ്തു കൊടുത്തു, അനുഗ്രഹം ചെയ്തു കൊടുത്തു. ആര്? അള്ളാഹു. ആർക്കാണ് ചെയ്തു കൊടുത്തത്? അലൈഹിം ബിഹി, ആ കാര്യം കൊണ്ട് അള്ളാഹ് അവർക്ക് അനുഗ്രഹം ചെയ്തു കൊടുത്തു. അതെന്താണ് ആ കാര്യം? മിനൽ ഈമാൻ, അവർക്ക് അള്ളാഹു ഈമാൻ കൊടുത്തു. അത് അള്ളാഹ് ചെയ്യുന്ന വലിയൊരു നിഅമത്താണ്. എത്ര മനുഷ്യന്മാരുണ്ട് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം വിശ്വാസമില്ലായ്മയാണ്. അവരകപ്പെടുന്ന ആ ഭയാനകമായ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മനസ്സിന്ന് ഈമാനാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യ മനസ്സ് എവിടെയാണ് എത്തുക? ആർക്കും പ്രവചിക്കാൻ പറ്റൂല. നമുക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നത്
നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്താൻ പറ്റുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ട വരുത്താൻ സാധിക്കുന്നത് ഈമാനിന്റെ ബലത്തിൽ മാത്രല്ലേ? എന്നാൽ ഈമാൻ എന്ന് പറയുന്നത് യാതൊരുത്തന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് നീങ്ങുന്നുവോ ആ മനസ്സ് അവനെ കൊണ്ട് എന്താ ചെയ്യിക്കുക എന്നുള്ളത് പത്രം എടുത്ത് വായിച്ചാൽ മതി. സ്വന്തം പെറ്റ ഉമ്മനെ പിന്നിലൂടെ വന്ന് തനിക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പിന്നിലൂടെ വന്നിട്ട് കൊടുവാള് കൊണ്ട് പെരടി നോക്കി അങ്ങോട്ട് വെട്ടാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് വേറൊന്നുമല്ല, ഈമാൻ അയാളുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ ഇതും ഇതിനപ്പുറവും മനുഷ്യൻ ചെയ്യും. ഒരു മനുഷ്യൻ ഇതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. അതിനാൽ മനസ്സിൽ ഈമാൻ ഇട്ട് തരിക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഫഇന്നഹു മൂജിബുൻ ലിത്തഖ്വ. അതിനാൽ അത് മൂജിബുൻ, അത് അനിവാര്യമാക്കി തീർക്കുന്ന കാര്യമാണ്. എന്തിനനിവാര്യമാക്കുന്നു? ലിത്തഖ്വ, അവനെ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ അല്ലാഹ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് ഹിസ്സിയാകട്ടെ അല്ലെങ്കിൽ മഅനവിയാകട്ടെ, ഭൗതികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള അനുഗ്രഹങ്ങളാകട്ടെ അല്ലെങ്കിൽ മാനവീയായിട്ടുള്ള ആശയപരമായിട്ടുള്ള ഈമാൻ പോലുള്ള കാര്യങ്ങളാകട്ടെ, അതെല്ലാം നമ്മളോട് നിർബന്ധിക്കുന്നത്, അനിവാര്യമാക്കി തീർക്കുന്നത് ലിത്തഖ്വല്ലാഹി അസ്സ വജൽ, അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നാണ്. കമാ തഖൂലു അയ്യുഹൽ കരീം തസദ്ദഖ് വഅയ്യുഹശ് ശുജാഉൽ ഖാതിൽ. ഏതുപോലെ? കമാ തഖൂലു അയ്യുഹൽ കരീം, നീ പറയും അയ്യുഹൽ കരീം, ഉദാരനായ മനുഷ്യ, തസദ്ദഖ്, നീ സദഖ ചെയ്യ്, ദാനധർമ്മങ്ങൾ ചെയ്യ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കണം. അവൻ നിനക്ക് ഈമാൻ നൽകി, ഈമാൻ നൽകിയത് കൊണ്ട് നീ അവനെ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഭാഷ, അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് നിങ്ങളൊന്ന് വായിച്ചെടുക്കൂ. ഏതുപോലെ നമ്മൾ ഒരാളോട് പറയാണ് നീ ദാനധർമ്മം ചെയ്യെന്ന് പറയണമെങ്കിൽ അവനോട് നമ്മൾ വിളിക്കുക അയ്യുഹൽ കരീം, കരീമായ ഉദാര മനസ്കതയുള്ള മനുഷ്യ, തസദ്ദഖ്, നീ ദാനധർമ്മം ചെയ്യും. എന്നതുപോലെ നീ തഖ്വ പുലർത്ത് എന്ന് പറയുകയാണെങ്കിൽ അയ്യുഹല്ലദീന ആമനു യാ ഇബാദില്ലദീന ആമനു, ഈമാനുള്ളവരെ ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. കാരണം ഈമാൻ കിട്ടിയാൽ സ്വാഭാവികമായും അതിന്റെ ഒരു ഫലം എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അവനെ സൂക്ഷിക്കുക എന്നുള്ളത്. നമുക്ക് ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വത്തും എന്നുള്ള വിശാലമായ മനസ്സും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്വതക്ക ചെയ്യുക എന്നുള്ളത്. അയ്യുഹശ് ശുജാഉൽ ഖാതിൽ, ധീരനായ മനുഷ്യ, നീ ശരിക്ക് പൊരുത് എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ്. അല്ലദീന ആമനു ഇത്തഖൂ റബ്ബക്കും, അല്ലദീന ആമനു ഇത്തഖൂ റബ്ബക്കും. ഈമാനിന്റെ അനിവാര്യതകളിൽപ്പെട്ട കാര്യമാണ് അല്ലാഹനെ സൂക്ഷിക്കുക എന്നുള്ളത്. ഏതുപോലെ അൽ കരീം തസദ്ദഖ്, അശ്ശുജാഉൽ ഖാതിൽ എന്ന് പറയുന്നത് പോലെ. വദകറ ലഹും, മാത്രമല്ല വദകറ ലഹും അസ്സവാബ് അൽ മുനശ്ശിത ഫിദ്ദുനിയ فقال للذين أحسنوا في هذه الدنيا بعبادة ربهم حسنة ورزق واسع وذكر لهم. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അസ്സവാബ്, പ്രതിഫലം പറഞ്ഞു. ആ പ്രതിഫലം പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം, അതിന്റെ പുറമെ അൽ മുനശ്ശിത്, നമുക്ക് ഒരു പ്രോത്സാഹനം നൽകുന്ന, നമുക്ക് ഉന്മേഷം നൽകുന്ന ഒരു പ്രതിഫലം, അതും കൂടി അല്ലാഹ് പറയാൻ പറഞ്ഞു. അത് ഫിദ്ദുനിയ, ദുനിയാവിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് നല്ല ഒരു ഉന്മേഷവും നല്ല പ്രചോദനവും നൽകുന്ന കാര്യം കൂടി, ആ പ്രതിഫലം കൂടി പറയാൻ പറഞ്ഞു. ഫഖാൽ, എന്നിട്ട് അല്ലാഹു പറഞ്ഞു ലില്ലദീന അഹ്സനു, ഇത് അല്ലാഹ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വദക്കറ, ദക്കറിന്റെ ഫാഇൽ അല്ലാഹയാണ്. ലഹും, ആ മുഅ്മിനീങ്ങൾക്ക് അവർക്കുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞു. എന്തുണ്ട് എന്നാ പറഞ്ഞത്? അസ്സവാബ്. ആ സവാബിന്റെ പ്രത്യേകത എന്താണ്? അതിനുള്ളൊരു വിശേഷണം അൽ മുനശ്ശിത്ത്, നശാത്ത് ഉണ്ടാക്കുന്നതാണ്. ഫിദ്ദുനിയ, അത് ദുനിയാവിൽ. ഫഖാൽ, എന്നിട്ട് അല്ലാഹ് പറഞ്ഞു ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ, ഈ ദുനിയാവിൽ നല്ല നിലക്ക് ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ആളുകൾ, ഇഹ്സാനിന്റെ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ, ബിഇബാദത്തി റബ്ബിഹിം, ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിലുള്ള ഇഹ്സാനാണ്. അല്ലാതെ മനുഷ്യന്മാര് സ്വന്തമായിട്ട് അവരാലോചിച്ചുണ്ടാക്കുന്ന കുറെ നന്മകളുണ്ട്, അതല്ല.
അതുപോരാ. നന്മ നന്മയാകണമെങ്കിൽ അള്ള പറയണം. അത് അള്ളാഹുവുമായി ബന്ധപ്പെടുത്തി അവനുള്ള ഇബാദത്തുമായി ബന്ധപ്പെടുത്തി ചെയ്യുന്നതേ ആവുള്ളൂ. അത് അവൻ പറഞ്ഞു തന്നതേ ആവുള്ളൂ. അങ്ങനെ അവന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ദുനിയാവിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ ഹസന, അവർക്ക് നല്ല പ്രതിഫലമുണ്ട് എന്ന കാര്യം അള്ളാഹു പറഞ്ഞു. വരിസുഖുൻ വാസിഅ, അവർക്ക് സമൃദ്ധമായി അള്ളാഹു വിഭവങ്ങൾ റിസ്ഖുകൾ നൽകും. വനഫ്സുൻ മുത്മഇന്ന, അവർക്ക് നല്ല തുമഅനീനത്ത് കിട്ടുന്ന സമാധാനമടങ്ങുന്ന ഒരു മനസ്സ് അല്ലാഹു അവർക്ക് നൽകും. വഖൽബുൻ മുൻശരിഹ്, വിശാലമായ നല്ല സഹൃദയത്വമുള്ള വിശാലമായ ഒരു ഹൃദയം അവർക്ക് നൽകും. കമാ ഖാല തആല, ഇതേതുപോലെയാണ് അള്ളാഹിന്റെ മറ്റൊരു വചനത്തിന് തുല്യമാണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. ഏതൊരുവൻ അമില സ്വാലിഹൻ, അള്ളാന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ സുഹൃതങ്ങൾ ചെയ്തു എന്ന് വെക്കുക. അത് മിൻ ദക്കരിന്റെ ഉൻസ, ആണാവട്ടെ പെണ്ണാകട്ടെ, വഹുവ മുഅ്മിൻ, അവൻ ഈ സുഹൃതം ചെയ്യുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണെങ്കിൽ ഫലനുഹയ്യന്നഹു, അവനെ ഈ ദുനിയാവിൽ നാം ജീവിപ്പിക്കും. ഹയാത്തൻ, അവന് നാം ഹയാത്ത് നൽകും. ഹയാത്തൻ ത്വയ്യിബ, നല്ലൊരു ജീവിതം നൽകും. അതിവിടെ ദുനിയാവിൽ തന്നെ നൽകും. ഈമാനുള്ളൊരു മനുഷ്യൻ, അമലു സ്വാലിഹാത്തുള്ളൊരു മനുഷ്യൻ, അവനാണ് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അവന്റെ മനസ്സ് എത്ര സമാധാനമുള്ളതാണ്. അവന് കിട്ടുന്നതിൽ അവൻ എന്തുമാത്രം സംതൃപ്തനാണ്. ഫലനുഹയ്യന്നഹു, അവന് നാം ഒരു ഹയാത്ത് നൽകൂലേ, ആ ഹയാത്ത് ഹയാത്തുൻ തയ്യിബ, അതിവിശിഷ്ടമായ ഹയാത്തായിരിക്കും. ഈ ആയത്തിന്റെ തഫ്സീറിന്റെ ബാക്കി ഭാഗം, സഅദി പറഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചയിൽ പൂർത്തീകരിച്ചിട്ട് അടുത്ത ആയത്തിലേക്ക് പോകാം. ഇന്നിവിടെ വെച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. വബിഹാദിൽ ഖദർ അക്തഫി വഅസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യതവല്ലാനാ ജമീഅൻ ഇന്നഹു സമീഉൻ ഖരീബുൻ മുജീബ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.